സൗണ്ട് മുറുമുറുന്നുണ്ടാവും. പള്ളിപ്പാളയം ചിക്കൻ അടിപൊളി. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പുറയിൽ കാണുന്ന ജൂനിയർ കുപ്പണ്ണ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ്. അത് 60 കാലഘട്ടങ്ങളിൽ ഈറോഡ് എന്ന് പറയുന്ന സ്ഥാപിതമായ റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ അതേ മെസ്സ് തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. ഫോളോ. അടിപൊളി. വരൂ. ഇതാണ് ജൂനിയർ കുപ്പണ്ണ അല്ലേ? കണ്ടോ, നല്ല തിരക്കാണ്. നമുക്ക് സാധാരണ അറിയാലോ, ഒരു ഹോട്ടലിലെ തിരക്കെന്ന് പറയുമ്പോൾ ആ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ ഭക്ഷണത്തിന് പ്ലേറ്റിലും കൊണ്ട് വെച്ച് ഭക്ഷണത്തിലുള്ള ഓർഡർ കൊടുത്ത് നമ്മൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂടുതൽ ഒരു വിശിഷ്ട വ്യക്തി കൂടി വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ സേഫ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ സംവിധാനം ചെയ്ത അതിൻ്റെ ഡയറക്ടർ നമ്മുടെ പ്രദീപ് സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഇവിടെ ചെന്നൈ നിവാസിയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടത്തെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അദ്ദേഹത്തിനോട് കൂടി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്നവരാണല്ലേ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലേ? അതിൻ്റെ ഹിസ്റ്ററി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ അവരൊരു ചെറിയൊരു ഫാമിലി റൺ ബിസിനസ്സായിരുന്നു. അപ്പോൾ അവർ തന്നെ സ്വന്തം പോൾട്രി ഉണ്ടാവും, അവർ തന്നെ കോഴി ഫാമും ആട് ഫാമും ഉണ്ടാവും. അങ്ങനെ ഒരു ഫാമിലി റൺ ബിസിനസ്സായിരുന്നു. ആഫ്റ്റർ 2010 എന്താണ് അവർ പുറത്തേക്ക് വന്ന് വേറെ സ്റ്റേറ്റ്സിലും വേറെ ഡിസ്ട്രിക്ട്സിലും ഒക്കെ കൊണ്ടുവന്നു. ഇത് അത് 60-ലാണ് തുടങ്ങിയത്. അവർ സ്പെഷ്യാലിറ്റി ആയിട്ട് കുറേ ഡിഷസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നതാണ്. അതായത് മറ്റേ പിച്ചിപ്പോട്ട കോഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിച്ചിപ്പൊട്ടക്കോഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിച്ചിപ്പറിക്കുന്ന കോഴി. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി റൺ ആയത് കാരണം അളിയന്മാരെല്ലാവരും സെർവിങ്ങിനുണ്ടാവും, ലേഡീസ് കുക്കിങ്ങിനായിരിക്കും. അപ്പോൾ ഒരു ഭയങ്കര ഒരു വാം എൻവയൺമെൻ്റ് ആയിരുന്നു അവരുടെ. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് ഡിഷസ് ഉണ്ടാവും. നാടൻ കോഴികളുടെ വെറൈറ്റീസ് ഉണ്ടാവും. ഇന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കുറേ ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കുറേ ഡിഷസാണ്. അത് നമ്മളല്ല ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്ന പ്രദീപ് സാർ ഉണ്ടായിരുന്നു. പ്രദീപ് സാറിനെ കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടാം. പോലെ സാറേ, ഇത് കണ്ടിട്ട് സത്യത്തിൽ കൊതി വരുവാണ്. എന്തായാലും നമുക്ക് വന്ന ഡിഷ് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോട്ടെ. എന്തായാലും പൊറോട്ട ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് മാന്യത പാലിക്കരുത്. കാരണം വെച്ചാൽ വിശന്ന് കഴിഞ്ഞാൽ മാന്യതയൊക്കെ പോകും. അത് വേറെ കാര്യം. അടി ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇത് തിരക്കിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എന്നാലും ഇവിടെ തിരക്ക് കൂട്ടാനുള്ളതാണ്. സത്യം പറയാം, ഉഗ്രം ടേസ്റ്റാണ്. ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അടിപൊളിയാണ്. ആദ്യത്തെ ഡിഷ് തന്നെ സൂപ്പറാണ്. അങ്ങനെ സാറേ, നമ്മൾ ചിക്കൻ ചുക്കാന്ന് ഇടാൻ കാരണം ചുക്ക എന്ന് പറയുമ്പോൾ ബേസിക്കലി ഡ്രൈ ഗ്രേവിയാണ്. അതായത് ഭയങ്കര വാട്ടറി ആയിട്ടല്ല, നമ്മുടെ മറ്റേ പെരട്ട് എന്നൊക്കെ പറയില്ലേ, മറ്റേ വലിയ ചാറില്ലാതെ നല്ല കുഴമ്പ് ഓരോരുത്തർ റോസ്റ്റ്. അത് ഗ്രേവിയിൽ തന്നെ അത് കുക്കാവുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഈ ചുക്കാന്ന് പറയുന്നത്. കുഴപ്പമില്ല. അടുത്ത ഡിഷ് വന്നിട്ടുണ്ട് മുറുമുറ ചിക്കൻ എന്നാണ് പറയുന്നത്. അല്ല സാറേ, ഈ മുറുമുറ ചിക്കൻ ഇങ്ങനെ മുറുമുറുക്കുന്നതുകൊണ്ടാണ് ഇത് മുറുമുറ ചിക്കൻ എന്ന് പറഞ്ഞത്. സൗണ്ട് മുറുമുറുന്നുണ്ടാവും. ഡീപ് ഫ്രൈഡ് ചിക്കൻ നമ്മുടെ KFCയുടെ ഒക്കെ സ്റ്റൈൽ വരുന്ന, പക്ഷേ ഇവർ ട്രഡീഷണൽ സ്പൈസസ് യൂസ് ചെയ്യുന്നത്.
സാറ് പറഞ്ഞ നല്ല മുറുമുറ കഴിക്കുമ്പോൾ നല്ല കറുമുറ അതായിരിക്കും മുറുമുറ ചിക്കൻ അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ അല്ലേ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരി വളരെ ചെറുതാണ് അല്ലേ? അല്ല സാറേ, ഇതിൻ്റെ അരി വളരെ ചെറുതാണ്. നമ്മൾ സാധാ ചോറ് വെക്കുന്ന ജീരക സമ്പ ആണല്ലേ? ജീരക സമ്പ ആണോ? അതാണ് നമ്മുടെ നാട്ടിൽ ജീരകശാല എന്ന് പറയും. ആ അതല്ലേ എടുത്ത് കഴിക്കാം. നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ അതിനകത്തൊരു മല്ലിയുടെ ഇലയുടെ ഒരു ടേസ്റ്റ് അല്ലേ മുന്നിരിക്കുന്നത് നമുക്ക്. ഇവിടെ അതിൻ്റെ ഒരു മിൻറ്റ് പുതിന അത് പുതിന കുറച്ച് സ്ട്രോങ് അത് നല്ല ഇതുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. സാധാരണ പക്ഷേ ചില്ലി കമ്മിയായിരിക്കും, ജാസ്തി പെപ്പറായിരിക്കും. പെപ്പറാണ് സത്യം പറയാൻ. മറ്റേ ചില്ലിയുടെ എരിവ് ഒന്നും ഇതിനകത്ത് വരുന്നതേയില്ല. ആ പെപ്പറിൻ്റെ എരിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ വരുന്നത് നമ്മുടെ തൊണ്ടയ്ക്ക് ചെറിയൊരു കാരം വരും, കറവറുകൊണ്ട്. അതാണ് അതിൻ്റെ എരിവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പള്ളിപ്പാളയം ചിക്കൻ അടിപൊളിയാണ്, സൂപ്പറാണ്. പള്ളിപ്പാളയം ചിക്കൻ എന്ന് പറയാൻ കാരണം പള്ളിപ്പാളയം നമ്മളവിടെ ഈ റോഡിലൊരു സ്ഥലമാണ് പള്ളിപ്പാളയം. അപ്പോൾ അവിടെ മഞ്ഞളിൻ്റെ കൃഷിയുള്ള കാരണം ഈ ഹൈവേയിൽ കുറേ ധാബകളുണ്ട്. അപ്പോൾ ഈ ധാബയിൽ നോർത്ത് ഇന്ത്യൻ ട്രക്ക് ഡ്രൈവേഴ്സ് അവരുടെ ഡിഷിൽ ജാസ്തി മസാല ഇല്ലാതെ വെറും ചില്ലി മറ്റേ റെഡ് ചില്ലീസും മഞ്ഞളും മാത്രം ഇട്ടിട്ടുള്ളൊരു കരുവേപ്പിലയും അങ്ങനെ അത് മാത്രം ഇട്ടില്ല, ഭയങ്കര ഇഷ്ടം. മറ്റുള്ള സ്പൈസസ് ഒന്നും ഇടാതെ വളരെ കമ്മിയായിട്ടുള്ള സ്പൈസസ്, പക്ഷേ നല്ല ഫ്ലേവറായിരിക്കും, ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവർ ആണല്ലേ? ഒരെണ്ണം സാറിന് കഴിച്ചു നോക്കിയേ. നമ്മൾ കഴിക്കും. ഞാൻ ഒരെണ്ണം കഴിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ സാറ് ഒരെണ്ണം കഴിക്കാം. എടുത്ത് കഴിച്ചു സാർ. അത് ഒരു വടക്കോട്ടുള്ള ഒരു സോഫ്റ്റ് ഇതും വടക്കോട്ടുള്ള ഒരു ഡിഷിൻ്റെ ഒരു ടേസ്റ്റുമാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ വടക്കോട്ട് ഭാഗത്തോട്ടുള്ള അതാണ് ഞങ്ങുമ്പോഴത്തേനാണ് നമ്മൾ മറ്റേ ആ ഇത് കഴിച്ചപ്പോഴേ ഇത്രയും ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നില്ല മറ്റേ ചിക്കൻ കഴിച്ചത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതേ അതിനല്ലേ മറ്റേ നമ്മുടെ ബീഫ് ഒലത്തുമ്പം ഇടുന്നത് പോലെ ശരിയാണ് കേട്ടോ. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. ഇത് കണ്ട അതെ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ബീഫിനകത്തൊക്കെ ഇടുന്നത് പോലെ തേങ്ങാ കൊത്തുകൾ ഇടുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് അല്ലേ സാറേ? തേങ്ങാ കൊത്ത് അത് നല്ല എളുപ്പം തേങ്ങയാണെന്ന് തോന്നിയിടുന്നല്ലേ? നല്ല വലിയ മൂത്ത തേങ്ങ അല്ല, നല്ല എളുപ്പം തേങ്ങ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന എല്ലാ ഡിഷസും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഭക്ഷണമെല്ലാം കഴിക്കുകയൊക്കെ ചെയ്തു, വളരെ ടേസ്റ്റ്ഫുള്ളാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മുടെ പ്രദീപ് സാർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സ്വല്പം നേരം ഒന്ന് രക്ഷപ്പെട്ടു. താങ്ക് യു പ്രദീപ് സാറേ, അടിപൊളി ആയിക്കോട്ടെ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വണക്കം. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഞങ്ങളിതൊന്ന് കഴിച്ചൊന്ന് തീർത്തോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.